ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെത്തിയിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ തട്ടകത്തിലെ ഉത്സവമാണ്. അപ്പം ഞങ്ങൾ 2 ദിവസം മുന്നേ തന്നെ വന്നു കേട്ടോ. ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു ഒരു 5:30 മണിയൊക്കെ ആയപ്പോൾ വന്നു കേട്ടോ. ഇപ്പൊ വന്ന് കേറിയുള്ളൂ. കണ്ടോ, വീടിന്റെ ഫ്രണ്ട് ഭാഗാട്ടത്. കനാലില് നല്ല വെള്ളമുണ്ട്. കനാലിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. നല്ല വെള്ളം വിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നാളെ പകലൊക്കെ നമ്മൾ പോകുമ്പോ എന്തായാലും കനാലിലെ വെള്ളമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ കനാലിൽ വെള്ളം വിട്ടതാണ്. പക്ഷെ ഇതുവരെ നിർത്തിയിട്ടില്ല. ഞാൻ പോകുന്നതിന് മുന്നേ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നിനും പറ്റിയില്ല കേട്ടോ. അപ്പൊ അമ്മണ്ട് ഇവിടെ, കുഞ്ഞാറ്റി അമ്മയുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വാനജയും കുട്ടികളൊക്കെ വരും കേട്ടോ. അപ്പോൾ അവര് ഞാൻ വന്നിട്ട് ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ അവരിന്ന് വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഇനി ചോറ് അടുപ്പത്തിടണം. അപ്പൊ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അമ്മയ്ക്കുള്ള ചോറുണ്ടായിരുന്നു. അപ്പൊ ഇനി ഞങ്ങളെല്ലാവരും കൂടി ആവുമ്പോൾ ചെറിയ അനിയത്തി വരില്ല. അവള് മറ്റന്നാളെ വരുള്ളൂ. മറ്റന്നല്ല, നാളെ. ഞാൻ ഇന്നലത്തെ ഓർമ്മയിൽ ഇങ്ങനെ പറയട്ടോ. നാളെ വൈകിട്ട് വരും. അപ്പൊ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കണ്ടോ. ഞാൻ ഇപ്പോൾ വന്നിട്ടോ വെള്ളം വെച്ചത്. അമ്മ പണി മാറ്റി ഇപ്പോൾ വന്നേ ഉള്ളൂ. പാവം അവിടെ മുറ്റടിക്കുന്നുണ്ടായിരുന്നു. മുറ്റടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുഞ്ഞാറ്റേനെയും കൊണ്ടാണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അരി അടുപ്പത്ത് ഇടണം അവര് വരുമ്പോഴത്തേന്. അവരൊരു 8 മണി 8:30 രാത്രി 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് അവര് വരുള്ളൂ. അവരുടെ ഹസ്ബൻഡ് വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഒക്കെ കുളിച്ച് ഫ്രഷായിട്ട് ഇങ്ങോട്ട് വരികയുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇനി അമ്പലത്തേക്ക് പോവും. ചിലപ്പോൾ എന്താ തീരുമാനമായിട്ടില്ല. ഇനി അരി അടുപ്പത്തിടണം. അരിയൊക്കെ അടുപ്പത്തിട്ടു കേട്ടോ. വേണ്ട, അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ട്. ചായ വെച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അനിയത്തിയൊന്നും വന്നിട്ടില്ല. ചായ വെച്ച് അങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. എല്ലാവർക്കും കൂടിയുള്ള ചായ വെച്ചിരിക്കുന്നു കേട്ടോ. ചായ കുടിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ചായ കുടിക്കാൻ പോവുകയാണ്. അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. തിളച്ച് വരുന്നുണ്ട്. തിളച്ചണു കേട്ടോ. ചോറ് തിളച്ചണു. ഇതാണ് തിള പൊന്തീനു. കുഞ്ഞാറ്റ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. എവിടെന്ന്? അത് കുഞ്ഞാറ്റയുടെ അവളുടെ. അത് താഴത്തെ വീട്ടിലത്തെ അവര്. അങ്ങനെ വനജയ ഹസ്ബൻഡും കുട്ടികളൊക്കെ അങ്ങനെ ഒരു 7:30 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് അവരെത്തിയിട്ടോ. അപ്പം അങ്ങനെ കുഞ്ഞാറ്റേനോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അവള് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ അല്ലേ കാണുള്ളൂ. എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ പരിചയമായി വരുന്ന പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പം അങ്ങനെ അവർ വന്ന് ചായ കുടിച്ച് ഹസ്ബൻഡ് പോയി. പിന്നെ കുട്ടികളൊക്കെ ആയി എന്നെ. ഞങ്ങൾ പിന്നെ കറിയൊക്കെ വെക്കണം പറഞ്ഞിട്ട് നമ്മൾ കൊത്താമര മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കായൊക്കെ അനിയത്തി വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ വീട്ടിലുണ്ടായതാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കൊത്താമര ഉപ്പേരി വെക്കാനും തക്കാളിയും കായയും കൂടി ചെറിയൊരു കറിയും വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ ചോറൊക്കെ ആയി. കുഞ്ഞാറ്റേനെ അതിനിടയ്ക്ക് ഒന്ന് കുളിപ്പിച്ച് എല്ലാം കിടത്തി ഉറക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും, ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അങ്ങനെ നമ്മളിതാ വീട്ടിലൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉത്സവമൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും 2-3-4 ദിവസമൊക്കെ നമ്മളിവിടെ ഉണ്ടാവും. അപ്പോൾ ഡെയിലി വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയണത് കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അമരപ്പേരിയും അതേപോലെ തന്നെ കായും തക്കാളി മാത്രം. സാധാ നമ്മൾ കടുകൊക്കെ താളിച്ചിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാനും ചോറുമൊക്കെ ഉണ്ട്. എല്ലാവരും കുട്ടികളൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് അമ്മയുടെ അടുത്തായിട്ടൊക്കെ കിടക്കണത്. വനജയുടെ മോള്.
കുഞ്ഞാറ്റ ഇതാ നല്ല ഉറക്കമാണ്, തൊട്ടിയിലാണ് കിടത്തിയിരിക്കുന്നത്. ഇനി എൻ്റെ കൂടെ കിടത്തണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.